5, 15, 25 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണി നോക്കൂ. ഇതിന്റെ പദങ്ങളും സ്ഥാനങ്ങളും എഴുതി നോക്കിയാലോ. ഒന്നാം പദം 5, രണ്ടാം പദം 15, മൂന്നാം പദം 25 എന്നിങ്ങനെ പദങ്ങളും അവയുടെ സ്ഥാനങ്ങളും എഴുതാമല്ലോ. സ്ഥാനങ്ങൾ ഓരോന്ന് കൂടുമ്പോൾ പദങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പദങ്ങൾ 10 വീതം കൂടുന്നു അല്ലേ? അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 10 ആണ്. ഇനി ഈ സമാന്തര ശ്രേണിയിലെ സ്ഥാനങ്ങൾ 2 വീതം കൂടത്തക്ക തരത്തിലുള്ള പദങ്ങൾ മാത്രം എടുത്താലോ. ഒന്നാം പദം 5, മൂന്നാം പദം 25, അഞ്ചാം പദം 45 എന്നിങ്ങനെ 2 വീതം കൂട്ടി സ്ഥാനങ്ങളും ആ സ്ഥാനങ്ങളിൽ വരുന്ന പദങ്ങളും എഴുതാമല്ലോ. സ്ഥാനങ്ങൾ 2 വീതം കൂടുമ്പോൾ പദങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? പദങ്ങൾ 20 വീതം കൂടുന്നുണ്ടല്ലോ. 20 എന്നത് ആദ്യമെടുത്ത സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിന്റെ 2 മടങ്ങാണല്ലോ. അതായത് സ്ഥാനങ്ങൾ 2 വീതം കൂടുമ്പോൾ പദങ്ങൾ പൊതുവ്യത്യാസത്തിന്റെ 2 മടങ്ങ് വീതം കൂടുന്നു. സ്ഥാനങ്ങൾ 3 വീതം കൂടുന്ന തരത്തിലുള്ള പദങ്ങൾ മാത്രം എടുത്താലോ. ഒന്നാം പദം 5, നാലാം പദം 35, ഏഴാം പദം 65 എന്നിങ്ങനെ 3 വീതം കൂട്ടി സ്ഥാനങ്ങളും ആ സ്ഥാനങ്ങളിലെ പദങ്ങളും എഴുതാമല്ലോ. സ്ഥാനങ്ങൾ 3 വീതം കൂടുമ്പോൾ പദങ്ങളിൽ വരുന്ന മാറ്റം എന്താണ്? പദങ്ങൾ 30 വീതം കൂടുന്നു അല്ലേ? 30 ആദ്യം കണ്ട സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങാണല്ലോ. അതായത് സ്ഥാനങ്ങൾ 3 വീതം കൂടുമ്പോൾ പദങ്ങൾ പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങ് വീതം കൂടുന്നു. എങ്കിൽ സ്ഥാനങ്ങൾ 4 വീതം കൂടിയാൽ പദങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? പദങ്ങൾ പൊതുവ്യത്യാസത്തിന്റെ 4 മടങ്ങ് വീതം വർദ്ധിക്കുമല്ലോ. പൊതുവെ പറഞ്ഞാൽ ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. അഥവാ പദങ്ങളുടെ മാറ്റം എന്നത് പൊതുവ്യത്യാസം ഗുണിക്കണം സ്ഥാനങ്ങളുടെ മാറ്റമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ മാറ്റം സ്ഥാനങ്ങളുടെ മാറ്റത്തിന് ആനുപാതികമാണ്. ഇതുവരെ കണ്ട സമാന്തര ശ്രേണിയിലെ വ്യത്യസ്തമായ 2 സ്ഥാനങ്ങളും ആ സ്ഥാനങ്ങളിലെ പദങ്ങളും നോക്കാം. നാലാം പദം 35 ആണല്ലോ. 9ആം പദമോ? അത് 85 ആണ്. നാലാം പദത്തിൽ നിന്ന് 9ആം പദത്തിലേക്കുള്ള സ്ഥാനമാറ്റം 5 ആണല്ലോ. പദങ്ങളുടെ മാറ്റമോ? അത് 50 അല്ലേ? ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 10 ആയിരുന്നല്ലോ. അപ്പോൾ സ്ഥാനങ്ങളുടെ മാറ്റം 5 ആയപ്പോൾ പദങ്ങളുടെ മാറ്റം പൊതുവ്യത്യാസമായ 10ന്റെ 5 മടങ്ങായി. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള മാറ്റവും അവയുടെ സ്ഥാനങ്ങളുടെ മാറ്റത്തിന് ആനുപാതികമാണ്.